Hello students, welcome to my zoology class. ഇന്നത്തെ സുവോളജി ക്ലാസ്സിൽ +1 ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ കോഡേറ്റ്സ് എന്ന ഭാഗമാണ് പഠിക്കുന്നത്. ദിസ് ഈസ് ദ പാർട്ട് 4 ഓഫ് മൈ വീഡിയോ. ലെറ്റ് us study in detail about phylum Chordata. ഫൈലം കോർഡേറ്റിൽ വരുന്ന ആനിമൽസിന് ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സുകളായ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോസൽ ഹോളോ നെർവ് കോഡ്, പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് എന്നിവ ഉണ്ടായിരിക്കും. ഇവയ്ക്ക് ബൈലാറ്ററൽ സിമെട്രിയാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഉള്ളത്. ഇവയ്ക്ക് പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ടായിരിക്കും. സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പാണ്. കോഡേറ്റ്സ്, നോൺ കോഡേറ്റ്സ് എന്നിവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിൾ 1 പഠിക്കാം. ഈ ടേബിളിൽ കോഡേറ്റ്സ്, നോൺ കോഡേറ്റ്സ് എന്നിവ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. In chordates, notochord is present, hence the name chordata. In non-chordates, notochord is absent. And the second point is, in chordates, central nervous system is dorsal, hollow and single. Non-chordatesലാവട്ടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ സൈഡിലാണ്, സോളിഡ് ഡബിൾ ആണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ്, ഇൻ കോഡേറ്റ്സ് ഫാരിങ്സിൽ ഗിൽ സ്ലിറ്റ്സുകൾ കാണപ്പെടുന്നു. നോൺ കോഡേറ്റ്സിൽ ഗിൽ സ്ലിറ്റുകളില്ല. കോഡേറ്റ്സിന് വെൻട്രൽ ഹാർട്ടാണ്, നോൺ കോഡേറ്റ്സിന് ഡോർസൽ ഹാർട്ടാണ്. കോഡേറ്റ്സിൽ പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ടായിരിക്കും. എന്നാൽ നോൺ കോഡേറ്റ്സിൽ പോസ്റ്റ് ഏനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലമായി വിഭജിച്ചിരിക്കുന്നു. ദേ ആർ ദ സബ് ഫൈലം യൂറോകോഡേറ്റ, സബ് ഫൈലം സെഫാലോകോഡേറ്റ ആൻഡ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ. സബ് ഫൈലം യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ എന്നിവയെ പ്രോട്ടോകോർഡേറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ കടൽ ജീവികളാണ്. യൂറോകോഡേറ്റയിൽ നോട്ടോകോഡ് ലാർവയുടെ വാലിൽ കാണപ്പെടുന്നു. എന്നാൽ സെഫാലോകോഡേറ്റയിൽ ഇത് ഹെഡ് മുതൽ ടെയിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾസ് ആർ യൂറോകോഡേറ്റ അസിഡിയ, ദിസ് ഈസ് ദ അസിഡിയ, സാൽപ്പ ആൻഡോളിയോലം. സെഫാലോകോഡേറ്റയുടെ എക്സാമ്പിളാണ് ബ്രാക്കിയോസ്റ്റോമ ഓർ ആംഫിയോക്സിസ് ഓർ ലാൻസലെറ്റ്. സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്ന ജീവികളിൽ നോട്ടോകോഡ് ഭ്രൂണാവസ്ഥയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പിന്നീട് നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കാർട്ടിലേജ് കൊണ്ടോ അസ്ഥി കൊണ്ടോ ഉള്ള വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നു. ഇപ്രകാരം എല്ലാ വെർട്ടിബ്രേറ്റുകളും കോഡേറ്റുകളാണ്, എന്നാൽ എല്ലാ കോഡേറ്റുകളും വെർട്ടിബ്രേറ്റുകളല്ല. ഫണ്ടമെൻ്റൽ കോഡേറ്റ്സ് ക്യാരക്ടേഴ്സ് കൂടാതെ വെർട്ടിബ്രേറ്റ്സിന് വെൻട്രൽ മസ്കുലാർ ഹാർട്ട് കാണപ്പെടുന്നു. 2, 3 അല്ലെങ്കിൽ 4 അറകൾ ഹൃദയത്തിനുണ്ട്. കിഡ്നികൾ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നു. കൂടാതെ ജോഡിതമായ അപ്പൻഡേജുകളുണ്ട്. ഇവ ഫിൻസ് ആകാം, ലിംസ് ആകാം. സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ ഏനാത്ത, അതായത് താടിയെല്ല് ഇല്ലാത്ത ജീവികളെന്നും, നാത്തോസ്റ്റൊമേറ്റ, താടിയെല്ല് ഉള്ള ജീവികളെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏനാത്ത ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ക്ലാസ് Cyclostomata. Gnathostomata is again divided into
two superclasses. Pisces bears fins and Tetrapoda bear limbs. Superclass Pisces is again divided into two classes, Chondrichthyes and Osteichthyes. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയെ വീണ്ടും 4 ക്ലാസുകളായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. Now let us see ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റയിൽ വരുന്ന ജീവികൾ മറ്റ് മീനുകളിൽ എക്ടോപാരസൈറ്റുകളായി ജീവിക്കുന്നവയാണ്. ഇവയ്ക്ക് നീണ്ട ശരീരമാണ് ഉള്ളത്. 6 മുതൽ 15 ജോഡി വരെ ഗിൽ സ്ലിറ്റുകളുണ്ട്. ഇത് റെസ്പിറേഷന് സഹായിക്കുന്നു. ഇവയ്ക്ക് സക്കിംഗ് സർക്കുലാർ മൗത്താണുള്ളത്. ജോസ് ഇല്ല. ഇവയുടെ ശരീരത്തിൽ ശൽക്കങ്ങളില്ല. ജോഡിതമായ ഫിൻസും ഇല്ല. ക്രേനിയം, വെർട്ടിബ്രൽ കോളം എന്നിവ കാർട്ടിലേജിനസ് ആണ്. ക്ലോസ്ഡ് സർക്കുലേഷനാണ്. ഇവ സൈക്ലോസ്റ്റോമുകൾ സമുദ്രജീവികളാണ്. എന്നാൽ മുട്ടയിടുന്നതിലേക്ക് വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. മുട്ടയിട്ടതിന് ശേഷം ഇവ ചത്തുപോകുന്നു. ഇവയുടെ ലാർവ മെറ്റമോർഫോസിസിന് ശേഷം വളർന്ന് വലുതായി തിരിച്ച് ഓഷനിലെത്തുന്നു. എക്സാമ്പിൾസ് ആർ പെട്രോമൈസൺ, ദാറ്റ് ഈസ് ദ ലാംബറേ, ആൻഡ് മൈക്സീൻ, ദാറ്റ് ഈസ് ദി ഹാഗ് ഫിഷ്. Let's see the class Chondrichthyes. ഇവ സമുദ്രജീവികളാണ്. ശരീരത്തിന് ബോട്ട് ആകൃതിയാണുള്ളത്. കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ ഉണ്ട്. ഇവയുടെ വായ വെൻട്രൽ സൈഡിലാണ്. നോട്ടോകോഡ് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. ഗിൽ സ്ലിറ്റുകൾ സെപ്പറേറ്റ് ആണ്. എന്നാൽ ചെകിളമൂടി അഥവാ ഗിൽ കവർ ഇല്ല. ഇവയുടെ സ്കിൻ കട്ടിയേറിയതാണ്. പ്ലക്കോയിഡ് സ്കെയിലുകൾ കാണപ്പെടുന്നു. ഇവ മൈന്യൂട്ടാണ്. ദീസ് പ്ലക്കോയിഡ് സ്കെയിൽസ് ആർ ഡിഫറെൻറ്റ് ഫ്രം സ്കെയിൽസ് ഓഫ് ബോണി ഫിഷസ്. ഷാർക്ക് പോലുള്ള ജീവികളിൽ പ്ലക്കോയിഡ് സ്കെയിൽസിന് രൂപമാറ്റം സംഭവിച്ച് ടീത്ത് ആയിരിക്കുന്നു. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് ആൻഡ് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ഇവയ്ക്ക് വളരെ പവർഫുള്ളായുള്ള ജോയാണുള്ളത്. ഇവ പ്രിഡേഷ്യസ് ആണ്. ഇരപിടിയന്മാരാണ്. എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവയ്ക്ക് തുടർച്ചയായി നീന്തേണ്ടിയിരിക്കുന്നു മുങ്ങൽ ഒഴിവാക്കാനായി. 2 അറകളുള്ള ഹൃദയമാണുള്ളത്. 1 ഓറിക്കിളും 1 വെൻട്രിക്കിളും. ചിലതിന് ഇലക്ട്രിക് അവയവങ്ങളുണ്ട്. ഉദാഹരണം ടോർപിഡോ, ഇലക്ട്രിക് തീരണ്ടി. ചിലതിന് വിഷ മുള്ളുകളുണ്ട്. ഉദാഹരണം ട്രൈഗൺ, തീരണ്ടി. ഇവ തണുത്ത രക്തമുള്ള ആനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് പോയിക്കിലോതേംസ്. അതായത് ഇവയ്ക്ക് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിനുള്ള കഴിവില്ല. സെക്സസ് ആർ സെപ്പറേറ്റ്. ആൺ ജീവികളിൽ പെൽവിക് ഫിന്നിൽ ക്ലാസ്പറുകൾ കാണുന്നു. ക്ലാസ്പറുകൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് മെയിലിൽ നിന്നും ഫീമെയിലിലേക്ക് സ്പേം ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. വിവിപാരസ് ആണ്. ദാറ്റ് ഈസ് മദർ ഗിവിങ് ബർത്ത് ടു യങ് വൺസ്. നെക്സ്റ്റ് ഈസ് ദ ക്ലാസ് ഓസ്റ്റൈക്തിസ്. ഇതിൽ മറൈൻ ഫ്രഷ് വാട്ടർ ഫിഷുകൾ ഉണ്ട്. ഇവയ്ക്ക് അസ്ഥി കൊണ്ടുള്ള എൻഡോസ്കെൽട്ടനാണ് ഉള്ളത്. ബോട്ട് ഷേപ്ഡ് ബോഡിയാണ്. വായ ശരീരത്തിൻ്റെ അറ്റഭാഗത്ത് അഗ്രഭാഗത്താണ്. ഇവയ്ക്ക് 4 ജോഡി ഗില്ലുകളുണ്ട്. ഗില്ലുകളെ പൊതിഞ്ഞുകൊണ്ട് ഇരുവശത്തും ഓപ്പർക്കുലം കാണപ്പെടുന്നു. ഓപ്പർക്കുലം അഥവാ ഗിൽ കവർ ഇരുവശത്തു നിന്നും ഗിൽസിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. സ്കിൻ കവർ ചെയ്തിരിക്കുന്നത് സൈക്ലോയിഡ് അഥവാ ടീനോയിഡ് സ്കെയിലുകൾ കൊണ്ടാണ്. എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട്
ബോയൻസി റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബോയൻസി ഹിയർ മീൻസ് ദ എബിലിറ്റി ഓഫ് ഫിഷ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഹൃദയത്തിന് 2 ചേംബറുകളുണ്ട്, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. ഇവ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്, ദാറ്റ് ഈസ് their body temperature changes. Sexes are separate. They have external fertilization. ഇവ ഓവിപാരസ് ആണ്, മുട്ടയിടുന്നവയാണ്. They have oviparous means മുട്ടയിടുന്നവയാണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്, ലാർവൽ സ്റ്റേജ് ഇല്ല. എക്സാമ്പിൾസ് ആർ മറൈൻ ഫിഷുകൾക്ക് എക്സാമ്പിളാണ് എക്സോക്കീറ്റസ്, ദാറ്റ് ഈസ് ദ ഫ്ലൈയിങ് ഫിഷ്. This is the hippocampus. Hippocampus is the seahorse. And freshwater forms are labio, rohu, and katla. This is the katla. Clarius, mushi, aquarium ഫിഷിന് ഉദാഹരണമാണ് ബെട്ട ഫൈറ്റിംഗ് ഫിഷ് ആൻഡ് ടീറോഫൈലം. ദിസ് ഈസ് ദ ടീറോഫൈലം, ഏഞ്ചൽ ഫിഷ്. ഈ ഫിഗറിലുള്ള എക്സാമ്പിൾസ്, ബോണി ഫിഷസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ദിസ് ഈസ് ദ ഹിപ്പോകാമ്പസ് ആൻഡ് ദിസ് ഇസ് കട്ല. നെക്സ്റ്റ് ഈസ് ദ ക്ലാസ് ആംഫീബിയ. ക്ലാസ് ആംഫീബിയ പേര് പറയുന്നത് പോലെ തന്നെ ആംഫീബിയൻസിന് അക്വാട്ടിക് എൻവയോൺമെൻറ്റിലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും ജീവിക്കാനാകും. ഇവയ്ക്ക് 2 ജോഡി ലിംബുകളുണ്ട്. ശരീരത്തിന് ഹെഡ്, ട്രങ്ക് എന്നീ ഡിവിഷൻസ് ഉണ്ട്. എന്നാൽ ചിലതിൽ ടെയിൽ കാണപ്പെടുന്നു. ആംഫീബിയനുകളുടെ സ്കിന്ന് നനവുള്ളതും സ്കെയിൽസ് ഇല്ലാത്തതുമാണ്. കണ്ണുകളിൽ ഐലിഡുകളുണ്ട്. ടിംപാനം ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അലിമെൻ്ററി കനാൽ, യൂറിനറി, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുകൾ കോമൺ ചേംബറായ ക്ലോയേക്കയിലേക്ക് തുറക്കുന്നു. ക്ലോയേക്ക പുറത്തേക്ക് തുറക്കുന്നു. റെസ്പിറേഷൻ ഗിൽസ്, ലങ്സ്, സ്കിൻ എന്നിവയുടെ സഹായത്താൽ നടത്തപ്പെടുന്നു. ഹൃദയത്തിന് 3 അറകളുണ്ട്. 2 അപ്പർ ചേംബറുകളായ ഓറിക്കിൾസും 1 ലോവർ ചേംബർ വെൻട്രിക്കിളും. ഇവ തണുത്ത രക്തമുള്ള ജീവികളാണ്. സെക്സസ് ആർ സെപ്പറേറ്റ്. ദേ ഹാവ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. മുട്ടയിടുന്നവയാണ്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് 2 രീതിയിലുമാകാം. എക്സാമ്പിൾസ് ബുഫോ, ദാറ്റ് ഈസ് ദ ടോഡ്. Rana, this is the frog. Hyla, tree frog. This is the salamandra, that is salamander. And Ichthyophis, that is the lymphless amphibian. Examples given here are salamander and rana. Next class is class reptilia. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ജീവികൾ ക്രീപ്പിംഗ്, ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കമോഷൻ ഉള്ളവരാണ്. ഇഴജന്തുക്കളാണ്. ലാറ്റിൻ ഭാഷയിൽ റിപ്പീർ എന്നാൽ ക്രീപ്പ് ഓർ ക്രോൾ എന്നാണ് അർത്ഥം. ഇവ പ്രധാനമായും കരജീവികളാണ്. ശരീരത്തെ ആവരണം ചെയ്തുകൊണ്ട് ഡ്രൈ കോർണിഫൈഡ് സ്കിന്നുണ്ട്. ഇതിന് എപ്പിഡെർമൽ സ്കെയിൽ അഥവാ സ്ക്യൂട്ട് എന്ന് പറയുന്നു. സ്കിൻ കോർണിഫൈഡ് പ്രോസസ് സംഭവിച്ചിരിക്കുന്നു. സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ഇതുപോലെ കോർണിഫൈഡ് സ്കിന്നായി മാറിയതുകൊണ്ട് ഇവയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. ഇവയ്ക്ക് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഇല്ല. ടിംപാനമാണ് ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലിംബുകൾ 2 ജോഡിയുണ്ട്. ഹൃദയത്തിന് 3 അറകളാണ് ഉള്ളത്. എന്നാൽ ക്രൊക്കഡൈലിനാകട്ടെ 4 അറകളുള്ള ഹൃദയമുണ്ട്. ഇവ പോയിക്കിലോതേംസ് ആണ്, ദാറ്റ് ഈസ് ദേ ഡു നോട്ട് ഹാവ് എ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. ദെയർ ബോഡി ടെമ്പറേച്ചർ ചേഞ്ചസ് വിത്ത് സറൗണ്ടിങ്സ്. സ്നേക്കുകളും ലിസാർഡുകളും അവയുടെ സ്കിൻ പൊഴിച്ചു കളയുന്ന പ്രോസസ്സാണ് സ്കിൻ കാസ്റ്റ്. ഇവയുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. മുട്ട ഇടുന്ന ജീവികളാണ് ഓവിപാരസ്. ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ്. എക്സാമ്പിൾസ് ആർ കീലോൺ, that is the turtle, testudo, tortoise, chameleon, tree lizard, mara ഓന്ത്, calotes, garden lizard, ഓന്ത്, crocodilus, crocodile, alligator, hemidactylis, wall lizard, പല്ലി,
പോയിസണസ് സ്നേക്കുകളാണ് നജ, കോബ്ര, മൂർഖൻ, ബംഗാരസ്, ക്രേറ്റ്, ശംഖുവരയൻ, വൈപ്പറ, വൈപ്പർ, അണലി. The pictures shown here are, this is the chameleon, crocodilus and Kelon. Next is the class aves. Class avesന്റെ characteristic feature എന്നത് presence of feathers ആണ്. മിക്കവയും പറക്കാൻ കഴിവുള്ള പക്ഷികളാണ്. എന്നാൽ ഓസ്ട്രിച്ച് പോലുള്ള ഫ്ലൈറ്റ്ലെസ് ബേർഡ്സും ഉണ്ട്. ഇവയ്ക്ക് ബീക്ക് അഥവാ കൊക്ക് കാണപ്പെടുന്നു. ഇവയുടെ മുൻകാലുകൾ വിങ്സുകളായി മോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. പിൻകാലുകളിൽ സ്കെയിലുകളുണ്ട്. പിൻകാലുകൾ വാക്കിംഗ്, സ്വിമ്മിംഗ്, ക്ലാസ്പിംഗ്, ട്രീ ട്രാങ്ക്സ് എന്നിവയ്ക്ക് വേണ്ടി മോഡിഫൈ ചെയ്യപ്പെട്ടതാണ്. ഇവയുടെ സ്കിൻ ഡ്രൈ ആണ്, ഗ്രന്ഥികളില്ല. എന്നാൽ ടെയിൽ ബേസിൽ ഓയിൽ ഗ്ലാൻഡ് കാണപ്പെടുന്നു. എൻഡോസ്കെൽറ്റൻ ഫുള്ളി ഓസിഫൈഡ് ആണ്, അതായത് ബോണി ആണ്. ലോങ് ബോണുകളിൽ എയർ ക്യാവിറ്റീസ് ഉണ്ട്. പൊള്ളയായ ഇത്തരം ബോണുകളാണ് ന്യൂമാറ്റിക് ബോൺസ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് 2 അഡീഷണൽ ചേംബറുകളാണ് ഉള്ളത്, ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ഹാർട്ടിൽ 4 അറകളുണ്ട്. ഇവ ഹോമിയോതേർമസ് ആനിമൽസ് ആണ്, ദാറ്റ് ഈസ് വാം ബ്ലഡഡ്. They are able to maintain a constant body temperature. ഇവയുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ലങ് ആണ്. കൂടുതൽ എയർ സപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ലങ്സുമായി കണക്ട് ചെയ്ത് എയർ സാക്കുകളുണ്ട്. സെക്സസ് ആർ സെപ്പറേറ്റ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഒവിപാരസ് മുട്ടയിടുന്നവയാണ്. ദേ ഹാവ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. എക്സാമ്പിൾസ് ആർ കോർവസ്, ദാറ്റ് ഈസ് ദ ക്രോ, കാക്ക, കൊളംബ, pigeon, പ്രാവ്, സിട്ടാക്കുല, that is the parrot, strutio, that is the ostrich, pavo, peacock, Aptenodytes, penguin, neophron, that is the vulture. Next class is Mammalia. ഇവയെ പല ഹാബിറ്റാറ്റിലും കാണാം. ഉദാഹരണം പോളാർ ഐസ് ക്യാപ്പിൽ, ഡെസേർട്ടിൽ, മലനിരകളിൽ, കാടുകളിൽ, പുൽമേടുകളിൽ, ഇരുണ്ട ഗുഹകളിൽ. എക്സാമ്പിൾസ് ആർ ഓർണിത്തോറിങ്കസ്, പ്ലാറ്റിപ്പസ്, മാക്രോപസ്, കങ്കാരു, ടീറോപ്പസ്, ബാറ്റ്, ബലീനോപ്റ്റീറ, ദാറ്റ് ഈസ് ദ വെയിൽ. ചില മാമൽസിന് പറക്കാനും വെള്ളത്തിൽ ജീവിക്കാനുമുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാന മമേലിയൻ കാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്നത് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡുകളായ മാമറി ഗ്ലാൻഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ബൈ വിച്ച് ദ യങ് വൺസ് ആർ നറിഷ്ഡ്. 2 ജോഡി ലിംബുകൾ നടക്കാനും ഓടാനും മരം കയറാനും കുഴി കുഴിക്കാനും നീന്താനും പറക്കാനുമായി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. മാമൽസിൻ്റെ സ്കിന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹെയർ ഉണ്ട് എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇയർ അഥവാ പിന്ന പ്രസൻ്റ് ആണ്. പലതരം പല്ലുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് പ്രസൻ്റ് ആണ്. ഹാർട്ടിന് 4 അറകളാണ് ഉള്ളത്. ദേ ആർ ഹോമിയോതേർമസ്, ദാറ്റ് ഈസ് വാം ബ്ലഡഡ് ആനിമൽസ്. റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്. സെക്സസ് ആർ സെപ്പറേറ്റ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഇവ വിവിപാരസ് ആണ്, എന്നാൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഡെവലപ്മെൻറ്റസ് ഡയറക്റ്റ്. എക്സാമ്പിൾസ് ഓഫ് മമേലിയ ആർ ഓവിപാരസ് ആനിമൽസ്. എഗ് ലേയിങ് ആനിമൽസിന് എക്സാമ്പിൾ ആണ് ഓർണിത്തോറിങ്കസ്, കോമൺ നെയിം പ്ലാറ്റിപ്പസ്. വിവിപാരസ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസിന് എക്സാമ്പിൾസ് ആണ് മാക്രോപസ്, കങ്കാരു, ടീറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്, കെമലസ്, ക്യാമൽ, മക്കാക്ക, ദാറ്റ് ഈസ് ദ മങ്കി, റാറ്റസ്, റാറ്റ്, കാനിസ്, ഡോഗ്, ഫെലിസ്, cat, elephas, elephant, ichthys, that is the horse, delphinus, that is the dolphin, Balanoptera, blue whale, Panthera tigris, that is the tiger, Panthera leo, which is the lion. അടുത്തതായി ആനിമൽ കിങ്ഡത്തിലെ എല്ലാ ഫൈലത്തിൻ്റെയും സവിശേഷതകൾ ഒരു ടേബിളായി നൽകിയിട്ടുണ്ട്. ടേബിൾ 2.
ടേബിൾ 2-ൽ ഡിഫറൻ്റ് ഫൈലത്തിൻ്റെ പ്രധാന സവിശേഷതകൾ കോംപ്രിഹെൻസീവ് രീതിയിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായി ഫൈലം പോരിഫെറ. ദേ ഹാവ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി മെനി, സീലോം, segmentation, digestive system, circulatory system and respiratory system is absent. ഇവയുടെ പ്രധാന സവിശേഷത ബോഡി വോളിൽ പോറുകളുണ്ട് ആൻഡ് കനാൽസ് ഇൻ walls. Next is the phylum Coelenterata. They have tissue level of organization, radial symmetry, coelom, segmentation are absent, incomplete digestive system, circulatory, respiratory systems are absent, nidoblasts are present. അടുത്ത ഫൈലം ടീനോഫോറയാണ്. ഇവയ്ക്ക് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷനാണുള്ളത്. റേഡിയൽ സിമെട്രിയാണ്. സീലോം, സെഗ്മെൻറ്റേഷൻ എന്നിവ ആബ്സെൻ്റ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ്, സർക്കുലേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റംസ് ആബ്സെൻറ്റ്. ലോക്കോമോഷന് കോമ്പ് പ്ലേറ്റുകൾ സഹായിക്കുന്നു. നെക്സ്റ്റ് ഫൈലം ഇസ് പ്ലാറ്റിഹെൽമിന്തസ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ ലെവൽ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവലാണ്. ദേ ഹാവ് ബൈലാറ്ററൽ സിമെട്രി, സീലോം ആബ്സെൻ്റ് ആണ്, സെഗ്മെൻറ്റേഷൻ ആബ്സെൻറ്റ്, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്, സർക്കുലേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റംസ് ആബ്സെൻറ്റ്. ഇവയ്ക്ക് പരന്ന ഫ്ലാറ്റ് ബോഡിയാണുള്ളത്. സക്കേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ഫൈലം ഈസ് ആഷൽമിന്തസ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഉള്ളത്. ബൈലാറ്ററൽ സിമെട്രിയാണ്. സീഡോസീലോമേറ്റുകളാണ്. സെഗ്മെൻറ്റേഷൻ ആബ്സെൻ്റ് ആണ്. ദേ ഹാവ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നിവ ആബ്സെൻ്റ് ആണ്. വേം ലൈക്ക് ബോഡിയാണ്. നീണ്ട ശരീരമാണുള്ളത്. എലോങ്കേറ്റഡ് ബോഡി. നെക്സ്റ്റ് ഫൈലം ആനലിഡ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഉള്ളത്. ബൈലാറ്ററൽ സിമെട്രിയാണ്. സീലോമേറ്റ് ആനിമൽസ്. സെഗ്മെൻറ്റേഷൻ ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നിവ കാണപ്പെടുന്നു. ശരീരത്തിന് സെഗ്മെൻറ്റുകളായി ഖണ്ഡം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫൈലം ഈസ് ആർത്രോപോഡ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, സീലോമേറ്റ് ആനിമൽസ്. സെഗ്മെൻറ്റേഷൻ ഉണ്ട്. ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് ആണ്. സർക്കുലേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റംസ് ഉണ്ട്. ഇവയ്ക്ക് ക്യൂട്ടുകൾ കൊണ്ടുള്ള എക്സോസ്കെൽട്ടൻ ഉണ്ട്. ജോയിൻറ്റഡ് അപ്പൻഡേജസ് കാണുന്നു. അടുത്തത് ഫൈലം മൊളസ്ക. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് മൊളസ്കയ്ക്കുള്ളത്. ബൈലാറ്ററൽ സിമെട്രിയാണ്. സീലോമേറ്റ് ആനിമൽസ് ആണ്. സെഗ്മെൻറ്റേഷൻ ആബ്സെൻ്റ് ആണ്. ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് ആണ്. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. ഇവയ്ക്ക് ഷെല്ലുകൾ കൊണ്ടുള്ള എക്സ്റ്റേണൽ സ്കെലട്ടൻ ഉണ്ട്. അടുത്ത ഫൈലം എക്കൈനോഡെർമേറ്റ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, റേഡിയൽ സിമെട്രി, സീലോമേറ്റ് ആനിമൽസ് ആണ്. സെഗ്മെൻറ്റേഷൻ ആബ്സെൻ്റ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്. സർക്കുലേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റംസ് ഉണ്ട്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം, റേഡിയൽ സിമെട്രി എന്നിവയാണ് ഇവയുടെ സവിശേഷത. അടുത്ത ഫൈലം ഹെമികോർഡേറ്റ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഇവയ്ക്കുള്ളത്. ബൈലാറ്ററൽ സിമെട്രി, സീലോമേറ്റ് ആനിമൽസ് ആണ്. സെഗ്മെൻറ്റേഷൻ ഇല്ല. സെഗ്മെൻറ്റേഷൻ ഇസ് ആബ്സെൻറ്റ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്. സർക്കുലേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റംസ് ഉണ്ട്. വിര പോലെയുള്ള ശരീരമാണ്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. നെക്സ്റ്റ് ഫൈലം ഇസ്
phylum Chordata, organ system level of organization, bilateral symmetry, coelomate animals, segmentation കാണപ്പെടുന്നു, digestive system, circulatory system, respiratory system എന്നിവയുണ്ട്. നോട്ടോകോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ്, ഗിൽ സ്ലിറ്റുകൾ, ലിംസ് അഥവാ ഫിൻസ് എന്നിവയുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.